തുർക്കി, ഇസ്രായേൽ ഈ രണ്ട് നാടുകളെക്കുറിച്ചും നമ്മുടെ ചാനൽ തുടർന്ന് കാണുന്നവർ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാവുന്നവർ ഇവർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. എത്ര തന്നെ നേർക്കുനേർ ഈ രണ്ട് നാടുകളും ഒരു ആക്രമണം നടത്തിയില്ല എന്നുണ്ടെങ്കിലും തുർക്കി ആയാലും ഇസ്രായേൽ ആയാലും ഈ രണ്ട് നാടുകൾക്കും മധ്യേ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പകയുണ്ട്. ഈ മധ്യകിഴക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് വർദ്ധിക്കുകയുള്ളൂ. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം എന്നത് ഇസ്രായേലിനും തുർക്കിക്കും ഇടയിൽ നടക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ഇതിനിടയിൽ സംഭവിച്ചത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ഒരു ചാരൻ, അയാളുടെ പേര് അമിത് നാഗേഷ്, അയാളുടെ സഹായത്തോടു കൂടിയാണ് ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് കൊല്ലുന്നത്. ഈ സംഭവത്തിന് കാരണം തന്നെ അയാളാണെന്ന് പറഞ്ഞ് തുർക്കിയിലെ മീഡിയാസ് എല്ലാം ഇന്ത്യക്കാരനാണെന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. ഇയാളാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇയാൾ മൊസാദിൽ ചേർന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മൊസാദ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് വലിയൊരു കുറ്റാരോപണം നടത്താൻ തുടങ്ങി. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ഒരുപാട് തിയറീസ് ഈ അമിത് നാഗേഷിനെ ചുറ്റി വരുന്നുണ്ട്. ഇതിൽ വലിയൊരു ട്വിസ്റ്റുമുണ്ട്. ആദ്യം ഈ സംഭവങ്ങളെല്ലാം എങ്ങനെ നടന്നു, ഇതിന് കാരണമായി തുർക്കി എന്ത് പറയുന്നു, അതൊക്കെ കാണാം. കാരണം ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പ്രശ്നമില്ല. തുർക്കിയുടെ പ്രധാനപ്പെട്ട മീഡിയാസ്, ഏകദേശം ഒരു 11 മീഡിയാസ് ഇതിനെ വലിയൊരു കാര്യമായി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഒരാൾ തെഹ്റാനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ഇസ്രായേലിന് വേണ്ടി ഇങ്ങനൊരു സംഭവം ചെയ്തു എന്ന് പറയാൻ തുടങ്ങി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയാം. കാരണം ഇതൊക്കെ സത്യമാണോ കള്ളമാണോ, ഇതിനു പുറകിലുള്ള ട്വിസ്റ്റ്, ഇതൊക്കെ അറിയുന്നതിന് മുൻപ് നടന്ന സംഭവം എന്താണെന്ന് നമുക്കറിയാം. തെഹ്റാനിലെ വടക്കൻ ഭാഗത്തുള്ള IRGCയുടെ ഒരു ക്വാർട്ടേഴ്സിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയാം, അവിടെ വെച്ച് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവ് ഇസ്മായിൽ ഹനിയെ ചില ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലുന്നു. ഇങ്ങനെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ഹമാസിന്റെ നേതാവ് മരിച്ചുവെങ്കിൽ അടുത്ത ഘട്ടമായി ലോകം മുഴുവനും ഞങ്ങളെ ആയിരിക്കും വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഞങ്ങൾക്കും ഈ കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് ഇസ്രായേൽ കൈകഴുകി. പക്ഷെ ലോകത്തിലെ എല്ലാ നാടുകളും ഒരു കാര്യം പറയുന്നു: തീർച്ചയായും ഇത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മൊസാദ് തന്നെയായിരിക്കണം ചെയ്തിട്ടുള്ളത്. മൊസാദിന്റെ സഹായവും അമേരിക്കയുടെ സഹായവും ഇല്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം തെഹ്റാനുള്ളിൽ നടക്കുക അസാധ്യമാണ്. അതിനാൽ ഇത് ഇസ്രായേലാണ് ചെയ്തത് എന്ന് എല്ലാവരും ഇസ്രായേലിന് എതിരെ നിൽക്കുന്നു. ഈ സമയം ഇസ്രായേൽ ഓറിയന്റഡ് മീഡിയാസ് അല്ലെങ്കിൽ ഇസ്രായേലിനെ ബേസ് ചെയ്തിട്ടുള്ള ടെലഗ്രാം ചാനൽസ്, ട്വിറ്റർ അക്കൗണ്ട്സ്, ഇവയെല്ലാം ഒരു തിയറി ഇങ്ങനെ പടരുകയാണ്. ഇസ്രായേലിന്റെ മൊസാദ് ഏജൻസ് വളരെ ദിവസമായി തെഹ്റാനിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച ആ ഒരു വ്യക്തി കാരണമാണ് ഈ കൊലപാതകം നടന്നത്. മൊസാദ് അവരുടെ ചാരപ്രവർത്തികൾ ഇറാനുള്ളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇറാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മറച്ചുവെക്കാൻ സാധിക്കും. എന്നാൽ മൊസാദിൽ നിന്ന് ഒരു കാര്യവും മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് ഒരുപാട് പേർ പറയാൻ തുടങ്ങി. ആ പറഞ്ഞതിൽ ഒരു പേര് കൂടുതലായി വന്നു: അമിത് നാഗേഷ്. ഇത് തെഹ്റാനിലെ ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആരും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും തുർക്കിയുടെ കണ്ണിൽ ഈ ഒരു പേര് വലിയ രീതിയിൽ കാണുന്നു. അമിത് നാഗേഷ് എന്നത് തുർക്കി മനസ്സിലാക്കിയത് അമിത് നാഗേഷ് എന്നാണ്. അമിത് നാഗേഷ് എന്നത് ഒരു ഹീബ്രു വാക്കാണ്. അതിന്റെ അർത്ഥം അസാസിനേഷൻ എന്നാണ്. എന്നാൽ തുർക്കി ഈ സ്ഥാനത്ത് അതിനെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ തുർക്കിയുടെ മീഡിയാസ് അതിനെ പറയാൻ തുടങ്ങിയത് അമിത് നാഗേഷ് എന്നാണ്. രണ്ടിന് വ്യത്യാസമുണ്ട്. അമിത്, അമിത്. അമിത് എന്നത് ഒരു ഇന്ത്യൻ പേര് പോലെയാണ്. നാഗേഷ് നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു പേര്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു പേര്. അങ്ങനെ അമിത് നാഗേഷ് എന്ന് പറഞ്ഞ് ഒരു തിയറി തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൽ അവർ പറയുന്നത് ഈ അമിത് നാഗേഷ് എന്നയാൾ ഇന്ത്യയിലുള്ളയാളാണ്, ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ്. പിന്നീട് ഇസ്രായേലിലേക്ക് വന്ന് സെറ്റിലായി. ഇങ്ങനെ സെറ്റിൽ ആയതിനു ശേഷം മൊസാദിൽ അയാൾ ചേർന്നു. മൊസാദിൽ ചേർന്ന് ഒരുപാട് ചാര ജോലികൾ അയാൾ ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം മൊസാദ് ചെയ്തത് ഇറാനുള്ളിൽ മൊസാദിന് വേണ്ടി ചാരപ്പണി എടുക്കാനായി ഒരു ചീഫായി ഇയാൾ അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ ഇറാനുള്ളിൽ താമസിപ്പിക്കുന്നു. അങ്ങനെ ഇറാനുള്ളിൽ ഇരുന്നു കൊണ്ട് മൊസാദിന് സപ്പോർട്ടായി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അയാൾ ചെയ്ത ഒരു സംഭവമാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവും. ഇതിൽ അമിത് നാഗേഷ് എന്നയാളുടെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. തുർക്കി ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് വളരെ വലിയൊരു തിയറി പറഞ്ഞു. ഇതിനുശേഷം ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയത്: അപ്പോ ഇന്ത്യ ഇൻഡയറക്റ്റായി മൊസാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, ഇന്ത്യയുടെ പങ്ക് ഇതിൽ ഉണ്ടോ എന്ന് ഒരുപാട് കാര്യങ്ങൾ തിരയുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്: ഇങ്ങനെ ഒരു വ്യക്തി തന്നെ ഇല്ല എന്ന്. അപ്പോ ഇല്ലാത്ത ഒരു വ്യക്തിയാണോ തുർക്കി ഇത്രത്തോളം സംസാരിച്ചത്, ഇത്രയും വലിയൊരു തിയറി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോസ്റ്റ് നോക്കുക. ഇതിൽ ഉള്ളതെല്ലാം അമിത് നാഗേഷ് എന്ന ഇല്ലാത്ത വ്യക്തിയെക്കുറിച്ച് രൂപപ്പെട്ട ന്യൂസുകളാണ്. അതും സംസാരിച്ചത് മറ്റാരുമല്ല, തുർക്കിയുടെ ടോപ്പ് മീഡിയാസ്. ഇപ്പോ ഇന്ത്യ എടുത്താൽ ഇന്ത്യക്ക് ടോപ്പ് മീഡിയാസ് ഉണ്ടായിരിക്കും. അതുപോലെ തുർക്കിയുടെ ടോപ്പ് മീഡിയാസ് എല്ലാവരും ഇങ്ങനെ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ ഇന്ത്യയിൽ ജനിച്ചയാളാണെന്നും പറഞ്ഞ് ഒരു വലിയ ന്യൂസ് പുറത്തുവിട്ടു.
പക്ഷെ സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്രായേൽ ഓറിയന്റഡ് മീഡിയാസ് പറയുന്നതെല്ലാം ഹമ്മിത് നാഗേഷ് എന്നാണ്. എന്നാൽ ഇത് തുർക്കിയിലുള്ളവർ അമിത് നാഗേഷ് എന്ന് എടുക്കുകയും നാഗേഷ് എന്ന ഒരു പേര് മാത്രം വെച്ചുകൊണ്ട് ഇയാൾക്കും ഇന്ത്യക്കും ബന്ധമുണ്ടെന്ന് ഇന്ത്യയുമായി ഇതിനെ ബന്ധപ്പെടുത്തുകയും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഉള്ളതായി പറയുകയും ഒരു വലിയ തിയറിയായി കാണിച്ചു. ഇത് ഓൺലൈൻ മുഴുവനും വലിയൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജിയോ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ഇന്ത്യ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം തുർക്കി സംസാരിച്ചു, ഇതിൽ സത്യം ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് ഇത് വൈറലായി എന്ന് നോക്കിയാൽ ഈ തുർക്കി മീഡിയാസിൽ ഈ പോസ്റ്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇത് വലിയൊരു കാര്യമായി. കാരണം ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞൊരു കാര്യത്തെ തുർക്കിയുടെ മീഡിയാസ് ശരിയായി മനസ്സിലാക്കാതെ അയാളെ ഒരു ഇന്ത്യനാക്കി മാറ്റുകയും മറ്റൊരു രൂപം കൊടുക്കുകയും ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി ഒരു തിയറി ഉണ്ടാക്കി. അങ്ങനെ പുറത്തു വന്ന ഈ തിയറിയാണ് ഇപ്പൊ ഓൺലൈനിൽ ചുറ്റുന്നത്. ശരി, ഇതെല്ലാം തിയറീസ് മാത്രമാണ്. ഇപ്പോൾ സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇസ്രായേലിനും ചുറ്റുമുള്ള നാടുകൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എത്രത്തോളമായി? കാരണം ടെഹ്റാൻ ഒരു അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ എത്രയും പെട്ടെന്ന് റിവഞ്ച് എടുക്കും. ആ ഒരു റിവഞ്ച് ഉള്ളതിൽ വെച്ച് വളരെ മോശമായ തിരിച്ചടിയായിരിക്കുമെന്ന് ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ കളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ, ഈ ചടങ്ങെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ജോർഡനും ഈജിപ്തും ചേർന്ന് ഒരു കാര്യം പറഞ്ഞു. ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ ആക്രമണം ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ അവയെല്ലാം ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് ഡിഫെൻഡ് ചെയ്യും. അത് ഇസ്രായേലിനെ പിന്തുണച്ച് ചെയ്താലും പിന്തുണയ്ക്കാതെ ചെയ്താലും അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ, ഞങ്ങളോട് പറയാതെ ആരെങ്കിലും ഒരു മിസൈൽ അയച്ചാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട്. ആ ഒരു അവകാശം ഞങ്ങൾ ഈ സ്ഥലത്ത് നിലയുറപ്പിക്കും. ഞങ്ങളുടെ അവകാശമില്ലാതെ ഞങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്താൽ, അത് ഫൈറ്റർ ജെറ്റ് ആയാലും മിസൈൽ ആയാലും, അത് ന്യൂട്രലൈസ് ചെയ്യാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും എടുക്കുമെന്ന് ഈ 2 നാടുകളും ഒരു അറിയിപ്പ് കൊടുത്തു. ഈ അറിയിപ്പ് വീണ്ടും ഭീഷണി അധികമാക്കിയിട്ടുണ്ട്. കാരണം പോയ തവണ ഇറാൻ ലോഞ്ച് ചെയ്ത മിസൈൽ ഡ്രോൺ അറ്റാക്ക് സൗദി അറേബ്യ, ജോർദൻ, അമേരിക്ക പോലുള്ള പല നാടുകൾ ചേർന്നാണ് തടഞ്ഞത്. ജോർദാൻ അവരുടെ എയർഫോഴ്സ് ഉപയോഗിച്ച് ഇറാന്റെ മിസൈൽസിനെ എല്ലാം വെടിവെച്ച് വീഴ്ത്തി. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ആക്രമണം നടക്കുമെന്നുള്ള ഭയം അധികമായതുകൊണ്ടാണ് ഈ 2 നാടുകളും ഇപ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയത്. ഈ സമയം ഈ 2 നാടുകൾ കൊടുത്ത ഈ ഒരു അറിയിപ്പ് കാരണം അറബ് നാടുകളിലുള്ള ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് മുസ്ലിംസിന് സപ്പോർട്ടായ നാടുകൾ തന്നെ ഇറാൻ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണത്തെ ഞങ്ങൾ തന്നെ തടയും എന്ന് പറയുന്നത് വ്യക്തമായി കാണിച്ചു തരുന്നത് ഒരു കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണ ഗാസയ്ക്കോ പാലസ്തീനോ ഇല്ല എന്നുള്ളതാണ്. മറ്റ് നാടുകൾക്ക് ഒരു ഐക്യമുള്ളതുപോലെ ഇപ്പൊ ഇസ്രായേലും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു ഐക്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ നാടുകളെ കൊണ്ട് ഒരു ഒരുമ കാണിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം പോവുകയില്ല. നിങ്ങൾക്കുള്ളിൽ ഒരു ഐക്യം വന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്ന് ഈജിപ്തിനെതിരായും സംസാരിക്കാൻ തുടങ്ങി, ജോർദാനെതിരായും സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം കഴിഞ്ഞ 2 ദിവസമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം ബോർഡറിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഹിസ്ബുൾ അവരുടെ ഡ്രോൺ ആക്രമണം വടക്കൻ ഭാഗങ്ങളെ നോക്കി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ്സ്, പുതുതായി രൂപീകരിച്ച നഗരങ്ങൾ, അവിടെയുള്ള ജനങ്ങളെ പാർപ്പിക്കാനായി അവർ നിർമ്മിച്ച കെട്ടിടങ്ങൾ, ആ ഒരു ഭാഗങ്ങളെ നോക്കി ഹിസ്ബുൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു വലിയ ആക്രമണമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലുതല്ല എന്നുണ്ടെങ്കിലും വീണ്ടും അവർ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യുഎസിന്റെ സെൻട്രൽ കമാൻഡ് ഒരു കാര്യം പറഞ്ഞു, ഹൂത്തികളുടെ പ്രവർത്തനം കടൽക്കരയിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഏതോ ഒരു കാര്യത്തിനു വേണ്ടി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ഹൂത്തികൾ തയ്യാറാകുന്നു, മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇറാൻ വലിയൊരു റിവഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഒന്നിച്ചു ചേർത്ത് നോക്കുമ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഇവരെല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഉണ്ടാക്കി അയാൾക്ക് ഒരു രൂപവും കൊടുത്ത് ഒരു പേരും കൊടുത്ത് അയാളെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി തുർക്കി സംസാരിച്ചതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.